ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് കളേഴ്സ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ. ക്രിസ്മസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ പ്ലം കേക്ക്. പ്ലം കേക്ക് ഇങ്ങനെ വീട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാന്നുള്ളത് നോക്കാം. അതിന് ഞാനിവിടെ 3/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ട് നമുക്ക് കാരമലൈസ് ആയി കിട്ടണം. അത് അനക്കാതെ അതിങ്ങനെ പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കാരമലൈസ് ആയിട്ട് കിട്ടും കേട്ടോ. അതായത് ഇതുപോലെ ബ്രൗൺ കളർ വന്ന് ഷുഗർ എല്ലാം അലിഞ്ഞ് ചേരണം. അങ്ങനെ ഷുഗർ എല്ലാം അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കുക. ഒന്ന് കുറുകി വന്നതിന് ശേഷം അത് ഒരു 1/4 ഭാഗം നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ 1/4 ഭാഗം മാറ്റി വെച്ചതിന് ശേഷം ഈ 1/4 ഭാഗം എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഓറഞ്ച് കാരമൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂ, ബദാം നട്ട്സ് എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, അതേപോലെ ബ്ലാക്ക് വൈറ്റ് റൈസിൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ 1/4 കപ്പ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ടോട്ടലി 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ ഓറഞ്ച് ജ്യൂസിലും കാരമലിലും നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഇത് ഓറഞ്ചിന്റെ തൊലി കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഈ ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ നമ്മൾ മൈദ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതൊന്നൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്ലോർ മിക്സ് റെഡിയാക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ നട്ട്മഗ് അതായത് ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ക്ലോവ് അതായത് കറാമ്പൂ പൊടിച്ചത്, പിന്നെ ചുക്ക് പൊടിച്ചത് 1/4 ടീസ്പൂണ്, പിന്നെ അതുപോലെ തന്നെ ഉപ്പ് 1/4 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ച് അതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനൊരു ബൗളിൽ എടുത്തു. അതിലോട്ട് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലെ ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പിന്റെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല. 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ ഞാനിവിടെ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/3 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 3 എഗ്ഗാണ് എടുക്കുന്നത്. അപ്പൊ ഓരോരോ എഗ്ഗ് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എഗ്ഗ് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഓരോന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെ ഞാനിതാ 3ാമത്തെ എഗ്ഗും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എഗ്സ് എല്ലാം ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1/4 ടീസ്പൂൺ വാനില എസെൻസ് ആണ് ആഡ് ചെയ്തത്. പിന്നെ പൈനാപ്പിൾ എസെൻസും 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിലോട്ട് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഒരു ടിപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കളർ കിട്ടും കേട്ടോ നമുക്ക് കേക്കിന്. അപ്പോൾ ഇതാ ഞാൻ ഇനി മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലോർ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഫ്ലോറൊക്കെ മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിലോട്ട് മാറ്റാം. ഞാനിവിടെ 2 6 ഇഞ്ചിൻ്റെ പാനാണ് എടുക്കുന്നത് കേട്ടോ. വലിയ ഹൈറ്റ് ഇല്ലാത്ത പേപ്പർ പാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹൈറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് അതിൽ പാനലിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹൈറ്റ് ഇല്ലാത്ത പാനായ കാരണമാണ് ഞാനിവിടെ 2 പാനായിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 2 പാനിൽ ഞാനിത് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ബേക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പ്ലം കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പിറ്റത്തെ ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ബേക്ക് ചെയ്ത പിറ്റത്തെ ദിവസം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് കിട്ടും. നമുക്കത് ഒരു ക്ലിം റാപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് അത് ഒരു ദിവസം സൂക്ഷിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് നല്ല രസത്തിൽ നല്ല ടേസ്റ്റിൽ നമുക്കിവിടെ പ്ലം കേക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.